കായംകുളം താപോവൈദ്യുത നിലയത്തിലെ ജലസംഭരണിയിലാണ് വെള്ളത്തിൽ സ്ഥാപിക്കുന്ന സോളാർ പ്ലാന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടം 5 കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റാണ് നിർമ്മിച്ചത്. പിന്നീട് ഇതിന്റെ സ്ഥാപിതശേഷി 100 കിലോ വാട്ടായി ഉയർത്തി. ഇതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് എന്ന ഖ്യാതിയും കായംകുളം NTPCക്ക് ലഭിച്ചു. കായലുകളാൽ നിറഞ്ഞ കേരളത്തിൽ ഫ്ലോട്ടിംഗ് സോളാറിന്റെ സാധ്യതയാണ് NTPC മുന്നോട്ട് വയ്ക്കുന്നത്. ഫ്ലോട്ടിംഗ് പ്ലാന്റുകളിലൂടെ ജലസംഭരണികളിലെ ബാഷ്പീകരണവും തടയാനാകും. 2016 മെയ്യിൽ 5 കിലോ വാട്ട് സ്ഥാപിത ശേഷിയുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ 100 കിലോ വാട്ട് സ്ഥാപിത ശേഷിയിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് സോളാറിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി NTPC ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. പദ്ധതിക്കായുള്ള പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. വൈദ്യുത നിലയത്തിലെ ശേഷിക്കുന്ന ജലസംഭരണികളിലും മറ്റും ഇവ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ 175 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഏതാണ്ട് 175 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ഈ കായംകുളം താപനിലയത്തിന് കീഴിലുള്ള സ്ഥലത്തിൽ നിന്നും ജലാശയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാമെന്ന് അനുമാനിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള നിർമ്മാണ ചെലവ് കുറവായതിനാൽ തന്നെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തിന് വൈദ്യുതി നൽകാനാകും. വൈദ്യുതക്ഷാമം ഏറെ രൂക്ഷമായ കേരളം മറ്റു സംസ്ഥാനങ്ങളെ വൈദ്യുതിക്കായി ആശ്രയിക്കുകയും പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളായി അതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റിലൂടെ പ്രകൃതി സൗഹൃദ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തിന് വൈദ്യുതി നൽകാനാകുമെന്ന സാധ്യതയാണ് കായംകുളം താപോവൈദ്യുത നിലയം മുന്നോട്ട് വയ്ക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.